നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബ (LET) എന്ന ഭീകര സംഘടനയുടെ മുതിർന്ന കമാൻഡർ ഇസ്ലാമാബാദിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഖാരി സയ്യിദ് അബ്ദുൽ അസീസാണ് മരിച്ചത്. പാകിസ്ഥാനിൽ ഇന്ത്യ തിരയുന്ന ഭീകരർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നിരോധിത സംഘടനകളിലെ മുതിർന്ന ഭീകരർ നിഗൂഢമായ രീതിയിൽ വെടിയേറ്റോ വിഷബാധയേറ്റോ കൊല്ലപ്പെടുന്നുണ്ട്. ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് അൽ-ഖ്വയ്ദ, താലിബാൻ സംഘടനകളുമായി ബന്ധം ഉണ്ട് എന്ന കാരണം കൊണ്ട് 2005 ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ 30-ലധികം മുൻനിര കമാൻഡർമാരെ പാകിസ്ഥാനിലെ ISI സുരക്ഷ മറികടന്ന് അജ്ഞാതർ വധിച്ചതായി ലഷ്കർ ഭീകരനായ റിസ്വാൻ ഹനീഫ് അടുത്തിടെ ക്യാമറയ്ക്ക് മുന്നിൽ പരസ്യമായി സമ്മതിച്ചിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണ കേസുകളിൽ പ്രതികളായ ഖ്വാജ ഷാഹിദ്, റിയാസ് അഹമ്മദ്, ഷാഹിദ് ലത്തീഫ്, മുഫ്തി ഖൈസർ ഫാറൂഖ്, അബു ഖതാൽ സിന്ധി തുടങ്ങിയ പ്രമുഖരെല്ലാം ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവലാകോട്ട്, മുസഹറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും പാക് അധീന കാശ്മീരിലും വെച്ച് ലഷ്കറിൽ 30-ലധികം ഭീകരർ അജ്ഞാതരാൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന വീഡിയോ സന്ദേശത്തിലൂടെയാണ് റിസ്വാൻ ഹനീഫ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ലഷ്കർ-ഇ-തോയ്ബയുടെ മുതിർന്ന കമാൻഡർ ഖാരി സയ്യിദ് അബ്ദുൽ അസീസിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്ന് ഭീകര സംഘടനകളും പാകിസ്ഥാനും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഭീകര സംഘടനകൾ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളുടെ ഫലമാണ് ഇതെന്നും വിലയിരുത്തലുകളുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ മോസ്കിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നതിനു മുൻപ് ഖാരി സയ്യിദ് അബ്ദുൽ അസീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കായി എത്തും മുമ്പ് പരിചയമില്ലാത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഖാരി സയ്യിദ് അബ്ദുൽ അസീസ് ഭക്ഷണം കഴിച്ചിരുന്നു എന്നതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ മരണത്തിൽ വിഷപ്രയോഗം നടന്നു എന്ന സംശയം ശക്തമായിട്ടുണ്ട്. ഓഗസ്റ്റ് 8-നാണ് ദുരൂഹ സാഹചര്യത്തിൽ ഖാരി സയ്യിദ് അബ്ദുൽ അസീസ് മരണപ്പെടുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം അസീസ് ഒരു ബാഗുമായി പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ എത്തിയിരുന്നു. തുടർന്ന് വുദു, അംഗശുദ്ധി വരുത്തിയ ശേഷം പ്രധാന പ്രാർത്ഥനാ ഹാളിന് സമീപം ചെരുപ്പുകൾ അഴിച്ചുമാറ്റാൻ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തറയിലേക്ക് കുഴഞ്ഞു വീണത്. പള്ളിയിലുണ്ടായിരുന്ന മറ്റ് ലഷ്കർ അംഗങ്ങൾ ഉടൻ തന്നെ CPR നൽകാൻ ശ്രമിച്ചുവെങ്കിലും ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. 1990 മുതൽ ലഷ്കർ തലവൻ ഫഹീസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ഇയാൾ. തുടക്കത്തിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന ലഷ്കർ ഭീകരരുടെ കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷനും സാമ്പത്തിക സഹായവും എത്തിക്കുന്ന വിഭാഗത്തിന്റെ പ്രധാന ചുമതലക്കാരനാണ് ഇയാൾ. മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതാണ് പല സംശയങ്ങൾക്കും വഴിവെക്കുന്നതും. 2008 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. കൂടാതെ ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു ഇയാൾ. മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരായ ഫാഹിസ് സയ്യിദ്, സക്കി ഉർ റഹ്മാൻ ലഖ്വി, സാജിദ് മീർ തുടങ്ങിയവർ പാകിസ്ഥാനിൽ വെച്ചാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഇതിൽ പങ്കാളികളായ പല ലഷ്കർ തലവന്മാരും അടുത്തിടെ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന പല പ്രമുഖ ഭീകരരും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിൽ വെച്ച് ദുരൂഹ സാഹചര്യങ്ങളിൽ ഒന്നൊന്നായി ഇല്ലാതാക്കപ്പെടുന്നത് പതിവായിട്ടുണ്ട്. അസീസിന്റെ മരണകാരണം ഹൃദയാഘാതമാണോ അതോ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അസീസിനെ മനഃപൂർവ്വം ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാൻ അധികൃതരോ മറ്റ് ഏജൻസികളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണങ്ങളിൽ 30ഓളം ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് സംഘടനയിലെ ഉന്നത നേതാവായ റിസ്വാൻ ഹനീഫ് വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഖാരി സയ്യിദ് അബ്ദുൽ അസീസ് മരണപ്പെടുന്നത്. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവലാകോട്ട്, മുസഹറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെച്ച് പാക് അധീന കാശ്മീരിലും വെച്ച് ലഷ്കറിന്റെ 30-ലധികം ഭീകരർ അജ്ഞാതരാൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന വീഡിയോ സന്ദേശത്തിലൂടെയാണ് റിസ്വാൻ ഹനീഫ് വെളിപ്പെടുത്തിയത്.
166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇ തോയ്ബയ്ക്ക് അൽ-ഖ്വയ്ദ, താലിബാൻ സംഘടനകളുമായി ബന്ധം കാരണം 2005 ഐക്യരാഷ്ട്രസഭ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സംഘടനയിലെ അംഗങ്ങൾ ഇത്തരത്തിൽ തുടർച്ചയായി വധിക്കപ്പെടുന്നു എന്ന കാര്യം ലഷ്കറുമായി ബന്ധമുള്ള ഭീകരൻ പരസ്യമായി സമ്മതിക്കുന്നത് ആദ്യമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഷ്കറിന്റെ മറ്റൊരു പ്രധാന നേതാവ് കൂടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട മറ്റു ഭീകരരിൽ പ്രധാനികൾ ഇവരാണ്. അബ്ദുൾ റഹ്മാൻ മക്കി, മുംബൈ ഭീകരാക്രമണത്തിന്റെ സാമ്പത്തിക സൂത്രധാരനും ഹാഫിസ് സയ്യിദിന്റെ അളിയനുമായ ഇയാൾ പാകിസ്ഥാനിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു. ഖാരി സയ്യിദ് അബ്ദുൾ അസീസ്, മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളിയായ ഇയാളെ 2026 ഓഗസ്റ്റിൽ ഇസ്ലാമാബാദിലെ പള്ളിക്ക് മുന്നിൽ വിഷബാധയേറ്റ രീതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അക്രം ഖാസി അബു ഖതാൽ, ലഷ്കറിന്റെ പ്രധാന റിക്രൂട്ട്മെന്റ് തലവന്മാരായിരുന്ന ഇവരെ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ചു കൊന്നു. സാജിദ് മിർ, മുംബൈ ആക്രമണ സമയത്ത് ഭീകരർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പ്രധാനി. പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് ഇയാൾക്കു നേരെ വിഷപ്രയോഗം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആഗോളതലത്തിൽ ഭീകരവാദ വിരുദ്ധ സംഘടനയായ FATF നൽകിയ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ചില മുൻനിര നേതാക്കളെ ജയിലിലടയ്ക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. ഫാഹിസ് സയ്യിദ്, മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ സ്ഥാപകനുമായ ഇയാളെ പാകിസ്ഥാൻ കോടതി വിവിധ ഭീകരവാദ ഫണ്ടിംഗ് കേസുകളിലായി വർഷങ്ങളായുള്ള ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇയാൾ പാകിസ്ഥാനിലെ ജയിലിലാണ്. സഖി ഉർ റഹ്മാൻ ലഖ്വി, ആക്രമണത്തിന്റെ സൈനിക കമാൻഡറായിരുന്ന ഇയാളും ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ പാകിസ്ഥാനിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഇന്ത്യയിലേക്ക് നാടുകടത്തൽ. തഹവൂർ റാണ, മുംബൈ ആക്രമണത്തിന് വേണ്ടി ഡേവിഡ് ഹെഡ്ലിക്ക് ഇന്ത്യയിൽ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത കനേഡിയൻ പാകിസ്ഥാനി വ്യവസായിയായ ഇയാളെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്ക ഇന്ത്യക്ക് വിജയകരമായി നാടുകടത്തി. നിലവിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് ഇയാൾ. മുംബൈയിൽ ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ട് ഭൂപടവും വീഡിയോവും അയക്കാനെത്തിയ ലഷ്കർ ചാരൻ ഡേവിഡ് ഹെഡ്ലിക്ക് ഇന്ത്യയിൽ തങ്ങാനും യാത്ര ചെയ്യാനും റാണ തന്റെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസ് ഒരു മറയായി നൽകി സഹായിച്ചു. ഭീകരാക്രമണത്തിന്റെ ആസൂത്രണങ്ങൾക്കും വിവരശേഖരണങ്ങൾക്കുമായി വലിയ തുക ഇയാൾ ചെലവഴിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. 2011 ഡെൻമാർക്കിലെ പത്ര ഓഫീസിനു നേരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിലും ലഷ്കറിന് സഹായം നൽകിയ കേസിലും അമേരിക്കൻ കോടതി റാണയ്ക്ക് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ ശിക്ഷാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇന്ത്യ നൽകിയ നാടുകടത്തൽ അപേക്ഷ അമേരിക്കൻ കോടതികൾ അംഗീകരിക്കുകയായിരുന്നു. US സുപ്രീം കോടതിയിൽ നൽകിയ അവസാന അപ്പീലും തള്ളിയതോടെ 2025 ഏപ്രിൽ 10 ദേശീയ അന്വേഷണ ഏജൻസി സംഘം ഇയാളെ ഇന്ത്യയിലെത്തിച്ചു. ഡൽഹിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയ റാണയ്ക്കെതിരെ രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന, ഭീകരവാദം തുടങ്ങിയ കടുത്ത കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് വിചാരണകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, മുംബൈയിൽ വന്ന് ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങളുടെ ഭൂപടവും വീഡിയോയും തയ്യാറാക്കിയ പാക് അമേരിക്കൻ പൗരൻ. ഇയാൾ ഇപ്പോൾ US ഫെഡറൽ ജയിലിൽ 35 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ചുരുക്കത്തിൽ 2008 മുംബൈയിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരരിൽ ഭൂരിഭാഗവും ഒന്നുകിൽ വിദേശ ജയിലുകളിലോ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റോ വിഷബാധയേറ്റോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.